ദിവസമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടെന്നറിയാം. നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അപ്പച്ചൻ്റെ പെങ്ങള് കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ 1.5 ആഴ്ച നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങി. അത് കഴിഞ്ഞ ശേഷം മാത്രമേ, കാരണം നമുക്ക് ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലെ ആൾക്കാരുടെ കാര്യം കൂടി നോക്കണം. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ പുഴയൊക്കെ നീന്തിയല്ല കേട്ടോ, കടത്ത് കടന്ന് നമ്മൾ പോകുന്നത് അന്നമോളെയും ജോക്കുട്ടിനെയും വിളിക്കാനാണ്. അവരുടെ സ്കൂളിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഒരു കടത്തൊക്കെ കടന്നു പോകണം. അപ്പോൾ അടുത്ത മാസം മുതൽ അവർ സ്കൂൾ ബസ്സിനാണ്. ഈ ഒരു മാസം നമുക്ക് മൊത്തത്തിൽ സ്കൂൾ തുറക്കലും പിന്നെ ഈ ഓപ്പറേഷനൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു ടൈറ്റായിട്ട് ഒരു മാസം ഞാനും ഏട്ടനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടാക്കാം എന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ അതാ സ്കൂളിലേക്ക് കയറുമ്പോൾ ഉള്ള ഒരു കോമ്പൗണ്ടാണ് കേട്ടോ. ഇവിടെയാണ് LKG സെക്ഷൻ. അവിടെ ഒരു ചാപ്പലൊക്കെ ഉണ്ട്. ഏലീശാമയാണ് ഇവിടുത്തെ വിശുദ്ധ എലീശാമയുടെ പള്ളിയാണത്. അപ്പോൾ ദാ ഇവനെ 3 മണിക്ക് വിടും, ജോക്കുട്ടിനെ 3 മണിക്ക് വിടും, അന്നക്കുട്ടിയെ 3:30 വിടത്തുള്ളൂ. അപ്പോൾ അത്ര നേരം ഞങ്ങളിവിടെ ഒരു കുഞ്ഞു പാർക്ക് പോലെയൊക്കെ ഉണ്ട്, ഒരു ഊഞ്ഞാലിൻ്റെ സെറ്റപ്പ്. പിന്നെ നമ്മളിങ്ങനെ തീട്ടി വരുന്ന കുട്ടികളുടെയൊക്കെ ഇതിക്കില്ലടാ, ഒത്തിരി മക്കളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ചേച്ചിമാരും അമ്മമാരും പിന്നെ കൂടുതലും അമ്മൂമ്മമാരാണ് വിളിക്കാൻ വരുന്നത്. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ മിസ് ചെയ്യും ഭയങ്കരമായിട്ട്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ വന്ന് കൊണ്ടുവന്നേനെ എന്നൊക്കെ ഞാൻ ഓർക്കും ഞാൻ. അപ്പോൾ ദാ അവൻ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന് കളിക്കും. അവന് ഇഷ്ടമാണ്. രാവിലെ സങ്കടമാണ്, വൈകിട്ട് അവന് ഭയങ്കര സന്തോഷമാണ്. സ്കൂളിൽ പോകാൻ കുറച്ച് മടിയൊക്കെ ഉണ്ട്, കാരണം അവൻ അംഗനവാടി തൊട്ടടുത്താണ്. ഓടി വന്ന് കൊണ്ടുപോകുക, ഓടിച്ചല്ല. പക്ഷെ ഇപ്പോൾ പഠിക്കണം, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ ബസ്സൊക്കെ കയറി പോകണം. അപ്പോൾ അതുകൊണ്ട് അവനൊരു കുഞ്ഞു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ ബസ്സിലേക്ക് മാറ്റുമ്പോഴത്തേനും അവൻ ഓക്കെ ആവും. അപ്പോൾ അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് നമ്മൾ അന്നമോളെ ആ കോമ്പൗണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്യും. 3:30 ആകുമ്പോഴത്തേനും അവൾ പ്രെയറൊക്കെ കഴിഞ്ഞ് ബെല്ലൊക്കെ അടിച്ച് താഴേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മളിതാ കടത്തിൻ്റെ അവിടെ വരും. പിന്നെ കടത്ത് കയറി നമ്മൾ അപ്പുറത്തെ സൈഡിൽ ചെന്നിട്ട് ബസ് കയറി നമ്മൾ ചേരാനല്ലൂർ എത്തും. നമ്മൾ കടത്ത് ഇറങ്ങി ചെന്ന വഴിക്ക് തന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടോ. അവിടെ ഒത്തിരി കുട്ടികളുണ്ടാവും കേട്ടോ. കടത്തിൽ സേഫാണ്, നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇപ്പുറത്തെ വശത്ത് കടത്ത് നമ്മൾ വന്നിറങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ബസ്സിന് വന്നിറങ്ങും. പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ, വിഷ്ണുപുരം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങി അവിടെ നിന്ന് നമ്മളിത് ഇടവഴി കയറി നടന്നു വരും. ഞാൻ മെയിൻ റോഡേ കൊണ്ടുവരില്ല കേട്ടോ, കാരണം അവിടെ ഒത്തിരി ബേക്കറിയൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ആൾക്ക് ബേക്കറി കാണുമ്പോൾ ഒരു സൈഡ് വലിവൊക്കെ വരും. അപ്പം ഞാൻ മാക്സിമം ഇടയ്ക്കൊക്കെ മേടിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ തീരെ മേടിച്ചു കൊടുക്കാണ്ടൊന്നുമില്ല, ഇടയ്ക്ക് മേടിച്ചു കൊടുക്കും. പക്ഷെ മിക്കപ്പോഴും ഞാൻ എന്താ ഇങ്ങനെ ഇടവഴി കയറ്റിയാണ് കൊണ്ടുവരാൻ. നമുക്ക് ഇടവഴിയിൽ പെട്ടെന്ന് എത്താം. അപ്പോൾ അതാ റെയിൻകോട്ടൊക്കെ ഇട്ട് നടക്കുകയാണ്. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. ഡ്രസ്സൊക്കെ മാറി അവനെ ഞാൻ കയ്യും കാലൊക്കെ കഴുകിച്ചു കൊടുക്കും. ഡ്രസ്സൊക്കെ മാറ്റി അവിടെ ഇരുത്തിച്ച ശേഷം ഞാൻ നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സിന് പഴംപൊരി ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള പഴംപൊരി ആയിക്കോട്ടെ. അപ്പോൾ കുറച്ച് മൈദപ്പൊടി, കുറച്ച് കടലപ്പൊടി, കുറച്ച് ഗോതമ്പ് പൊടി, ഇച്ചിരി അരിപ്പൊടി ഇടുന്നത് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഗോതമ്പ് പൊടി ഇടുന്നത് നമുക്കൊരു മൈദ മാത്രം ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അതിന് പഴംപൊരി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് നല്ല ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് അരിപ്പൊടി 1 സ്പൂൺ മതി, കുറേ ഒന്നും വേണ്ട കേട്ടോ. ഇട്ട ശേഷം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടുക, ഉപ്പിടുക, മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി ഇട്ടില്ലെങ്കിൽ വിരോധമൊന്നുമില്ല, മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടാൽ പിന്നെ സോഡാപ്പൊടി ഇടരുത്. ചില ആൾക്കാർ ഒന്ന് പഴംപൊരി ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കാൻ വേണ്ടി കുറച്ച് സോഡാപ്പൊടി ഇടും. സോഡാപ്പൊടി ഇട്ടാൽ മഞ്ഞൾപ്പൊടി ഇടരുത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ പഴംപൊരി ചുവപ്പ് കളറായി പോകും. അപ്പോൾ എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഞാൻ ആദ്യം സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്തു. പിന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്ത ശേഷം നമ്മുടെ വിസ്ക് തന്നെയല്ലേ ഇതിനെ പറയുക. അപ്പോൾ അത് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കറക്റ്റ് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നല്ല പാകത്തിനുള്ള മാവാക്കി എടുക്കണം. അപ്പം നല്ല മഞ്ഞ കളറിൽ കിട്ടും കേട്ടോ. ഇതിൻ്റെ കൂടെ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ നിന്ന സെക്കൻഡിൽ ആ സാധനം ചുവപ്പ് കളറായി പോവും. പഴം നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴത്തേനും ചുവപ്പ് കളറായി പോവും. അപ്പം ഞാൻ ഒരു പഴം ഏകദേശം ഒരു 8 പീസൊക്കെ ആക്കും. അപ്പോൾ നിങ്ങൾ ഇത്ര പിശുക്കല്ല കേട്ടോ. ചരിച്ച് നമ്മൾ അരിയാണെങ്കിൽ, കനം കുറച്ച് അരിയാണെങ്കിൽ നമുക്ക് നല്ല നൈസ് പീസായിട്ട് നമുക്കിങ്ങനെ 8 പീസ് വരെ ആക്കാം. എന്നോട് ഞാനിങ്ങനെ മുറിക്കുമ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ ചോദിക്കും, നിന്റെ കൈ മുറിയില്ലേ മോളെ ഇങ്ങനെ പിശുക്കുമ്പോൾ? ഇത് പിശുക്കലല്ല, പക്ഷെ ഇങ്ങനെ കഴിക്കണതാണ് ടേസ്റ്റ്. നല്ല പൊണ്ടക്കം പഴം പോലെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നമ്മുടെ വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല, അതായത് എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ ഇഷ്ടമല്ലേ നോക്കണ്ട. അവർക്ക് ഇങ്ങനെ കുട്ടി പഴംപൊരിയായിട്ടിരിക്കണതും കനം കുറഞ്ഞിട്ടുള്ള പഴമായിരിക്കണം, അവർക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്തോളൂ. വലിയ പഴമൊക്കെ ആണെങ്കിൽ അവർക്ക് കഴിക്കാൻ ഭയങ്കര ഉള്ളിൽ അങ്ങനെ കാണുമ്പോഴത്തേനും കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അതാ വൈകിട്ടത്തേക്ക് ഏലക്കേക്ക് ഇട്ട്
ഒരു ചായയും പിന്നെ 2 പഴംപൊരിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറങ്ങ് സെറ്റായിക്കോളൂ കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിൽക്കുന്ന സമയത്ത് വേണം പഴംപൊരി വറുത്ത് കോരിയെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിലായിരിക്കുന്ന സമയത്താണ് നമ്മൾ കോരിയെടുക്കുന്നതെങ്കിൽ പഴംപൊരിയിൽ കുറേ എണ്ണ ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള പഴംപൊരിയൊക്കെ ഞാൻ വറുത്തിട്ട് അപ്പുറത്ത് ആൻറ്റിക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. ആൻറ്റി ഇപ്പോൾ ഒരാഴ്ച ഏകദേശമോളം നമ്മുടെ അടുത്തുണ്ടായിരുന്നു. പിന്നെ ആള് അപ്പുറത്ത് തറവാട്ടിലേക്ക് പോയി. മരുന്നിടുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ കുറഞ്ഞപ്പോഴത്തേനും കടല ചോപ്പൊക്കെ കുറഞ്ഞപ്പോഴത്തേനും അപ്പോഴത്തേക്ക് പോയി. ഇത് എൻ്റെ മോള് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ്. കുറച്ച് നടക്കണം. അപ്പം ഞാൻ അവനെ അവിടെ ആക്കിയിട്ട് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിൽ പോവുകയാണ്. അപ്പോൾ കയറുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഷോളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു അടുത്ത് നല്ല ഒരു 10-20 മിനിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു അമ്പലമുണ്ട്. പുറകിൽ കാണുന്നത് അമ്പലമാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു വീട്ടിലൊരു ടീച്ചറാണ്. നന്നായിട്ട് പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ അവളിതാ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ്. അവളാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് രാത്രിത്തേക്കുള്ള കറി ഒക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതൊരു വെള്ളിയാഴ്ച ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ. വെള്ളിയാഴ്ച നമ്മൾ പൊതുവെ നോൺ അങ്ങനെ വെക്കാറില്ല. എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ വെക്കും. കൂടുതലും നമ്മൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നോൺ മാക്സിമം നമ്മൾ ഒഴിവാക്കും. അപ്പോൾ പരിപ്പും തക്കാളിയും കൂടി ഒരു ചാറ് വെക്കുകയാണ്. അപ്പോൾ ഭയങ്കര എളുപ്പമാണല്ലോ. പരിപ്പും തക്കാളിയും കൂടി നന്നായിട്ട് അരിഞ്ഞിടുക. അതിലേക്ക് ഒരു സവാള, പകുതിയോളം സവാള മതി, കുറേ വേണ്ട. കുറേ സവാള നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ കറി മതിച്ച് പോകും. അപ്പോൾ ഒരു പകുതി സവാള അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് പച്ചമുളക് ഇടുക. നല്ല എരിവെള്ള മുളകാണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി കേട്ടോ. പരിപ്പൊരി ഭയങ്കര എരിവോടുകൂടി കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ആ പരിപ്പിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിന്നാലേ പരിപ്പ് കറിക്ക് ഒരു സ്വാദം ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾക്ക് അവിടെ ഒരു 4 വിസിൽ കേൾപ്പിക്കാം. പെട്ടെന്ന് വേകുന്ന പയറായിരുന്നു. ഞാൻ 4 വിസിലായിട്ട് തുറന്നപ്പോൾ തന്നെ നല്ല പായസം പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് അതിൻ്റെ കൂടെ പയറാണ്, പയർ അച്ചിങ്ങ എന്നൊക്കെ പറയും. ഇത് മീറ്റർ പയറാണ് കേട്ടോ. 1 മീറ്റർ പയറാണ്. അങ്ങനെയാണ് നമ്മുടെ ഇവിടെ പറയുക. അതായത് നല്ല നീളമുള്ള പയറില്ല, അതിന് 1 മീറ്റർ പയർ, 1.5 മീറ്റർ പയർ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് 1 മീറ്റർ പയർ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കടയിൽ നിന്ന് തന്നത്. അപ്പം ഞാൻ അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി എടുക്കുന്നത് വിനാഗിരി ഉപ്പും കൂടി ഇട്ട വെള്ളത്തിലിട്ടൊന്ന് അലമ്പിയിട്ടാണ് കേട്ടോ. അലമ്പിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒലച്ചിട്ടാണ്. എന്നിട്ട് എളുപ്പത്തിൽ പണി തീരാൻ വേണ്ടി ഞാൻ വേഗം കത്രികയും കൊണ്ട് ഒരു 3-4 ഒന്നിച്ചെടുത്ത ശേഷം അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ട്യൂഷനും ഉണ്ട്. അതിന് മുന്നേ ഇവിടുത്തെ പണി തീർക്കണം. അത് കഴിഞ്ഞിട്ട് വേണം, ട്യൂഷൻ കഴിഞ്ഞിട്ട് വേണം അന്നമോളെ വിളിക്കാനായിട്ട്. അവിടെ നിന്ന് കോള് വരും. ഒരു 7:30 മണിയാകുമ്പോഴത്തേനും വിളിക്കാൻ വേണ്ടി കോള് വരും. അപ്പം ഞാൻ പോയി വിളിച്ചിട്ട് വരും. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയിട്ടുള്ള ബാക്കി എണ്ണ അത്ര ഹെൽത്തി ഒന്നുമല്ല, എന്നാലും ഞാനത് കളയാറില്ല. വല്ല പപ്പടം കാച്ചാനോ ഇതേപോലെ കറി താളിക്കാനോ എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് എടുക്കും. നമ്മൾ അത്ര എണ്ണ കളയാന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് മിക്കിരിപ്പുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ, സാധാരണ മനുഷ്യരാണ്. അപ്പോൾ ബാക്കി വന്ന എണ്ണയാണ് നമ്മുടെ പരിപ്പ് കറി അച്ചിങ്ങ മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്ന പോലെ ഇഞ്ചി ഉള്ളിയല്ല വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്ന ശേഷം നമ്മൾ മഞ്ഞളും മുളകും ഇട്ട് മൊരിയിച്ചെടുക്കുക. ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേനും അതിൻ്റെ ഒരു ബൊണ്ടക്കൻ അച്ചിങ്ങ ഞാൻ എൻ്റെ കണ്ണിൽ പെടാണ്ട് കിടക്കേണ്ടവ അത് ഒടിച്ച് തിരിച്ച് അതിനകത്തേക്ക് തന്നെ ഇട്ടു കേട്ടോ. എന്നിട്ട് കുറച്ച് കൈവെള്ളം തളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കുക. നന്നായിട്ട് പറ്റി അവിടെ ഇരുന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ്. കാരണം ഈ അച്ചിങ്ങയുടെ ഉള്ളിൽ നല്ല ഇങ്ങനെ ഉണങ്ങിയ അച്ചിങ്ങയല്ല, നല്ല ഫ്ലഷുള്ള അച്ചിങ്ങയാണ്, നല്ല മാംസമുള്ള അച്ചിങ്ങയാണ്. നല്ല ടേസ്റ്റാണ് അത് വെന്ത് വരുമ്പോഴത്തേനും. അപ്പോഴേക്കും നമുക്കിവിടെ പരിപ്പ് കറി റെഡിയാക്കി എടുക്കണ്ടേ. അത് ഓൾറെഡി പരിപ്പും ബാക്കി എല്ലാ കാര്യങ്ങളും കുക്കറിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സവാളയും അതേപോലെ വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് മൊരിച്ചെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇടാം. ഇത് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് മൊരിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ പലവട്ടം കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നാലും ഇത് പുതുതായിട്ട് കാണുന്ന ആൾക്കാരല്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതെന്ത് ഈ പെണ്ണൊന്നും പറയാതെ പോകുന്നതെന്ന് ഓർക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ പറയുന്നതാണ്. നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേനും പൊക്കഞ്ഞു പോയി. എന്നിട്ട് നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ധൃതിക്കുക ചെയ്യണം കേട്ടോ. ട്യൂഷന് കുട്ടികൾ വരുമല്ലോ, അപ്പോൾ വേഗം ചെയ്ത് തീർക്കുകയാണ്. ഭയങ്കര ധൃതി പിടിച്ച ദിവസങ്ങളാണ് കേട്ടോ. എനിക്ക് തിരിയാൻ നേരമില്ല, അത്ര തിരക്കാണ്. ഇത് ഇങ്ങനെ ആളെ നോക്കണം, കുട്ടികളെ പോയി വിളിച്ചിട്ട് വരണം, വീട്ടിലെ ജോലി, ട്യൂഷൻ, യൂട്യൂബിൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടി ആകുമ്പോൾ ആകെ കൂടെ തിരക്കാണ്. അതാണ് ബ്ലോഗൊക്കെ വൈകണത്. ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമുക്ക് മാക്സിമം മുടങ്ങാണ്ട് നമുക്ക് ബ്ലോഗൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് കാണാം. എന്നാൽ ഞാൻ ഇടാം, അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, മുടങ്ങാണ്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ. കുട്ടികളെ സ്കൂൾ ബസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ
പിന്നെ അത്രയ്ക്ക് അങ്ങ് തിരക്കുണ്ടാവില്ല. അവരെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് എന്തായാലും ഒരു മണിക്കൂറോളം സമയം എനിക്ക് അങ്ങനെ വേണം. ഇവിടെ നിന്ന് ബസ് കയറിപ്പോയി കടത്ത് കടന്ന് അവരെ വിളിച്ച് അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് തിരിച്ച് അതുപോലെയൊക്കെ വരുമ്പോൾ ഒത്തിരി സമയം അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ആഴ്ചയോടുകൂടി അതൊക്കെ കുറയാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.